അനന്തര വിശുദ്ധർ ഡിസംബർ 16 വിശുദ്ധ അഡലൈഡ്. ബുർഗുണ്ടിയിലെ രാജാവിൻ്റെ മകളായിരുന്നു വിശുദ്ധ അഡലൈഡ്. വളരെ കാലമായി നിലനിന്നിരുന്ന ശത്രുത അവസാനിപ്പിക്കുന്നതിനായി വിശുദ്ധയെ പ്രൊവൻസിലെ ഭരണാധികാരിയുടെ മകനെ വിവാഹം കഴിച്ചു കൊടുത്തു. ശത്രു രാജകുമാരനാൽ അഡലൈഡിൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അഡലൈഡ് തടവറയിൽ അടയ്ക്കപ്പെട്ടു. റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ഓട്ടോ ഒന്നാമൻ വിശുദ്ധ അഡലൈഡിനെ മോചിപ്പിക്കുകയും അവളെ തൻ്റെ പത്നിയാക്കുകയും ചെയ്തു. തൻ്റെ മരണം വരെ അവൾ തൻ്റെ ഭർത്താവിനൊപ്പം സാമ്രാജ്യം ഭരിച്ചു. ഈ സമയത്ത് അവളുടെ അസൂയാലുവായ മരുമകൾ 2 പ്രാവശ്യം വിശുദ്ധയെ രാജധാനിയിൽ നിന്നും നിഷ്കാസിതയാക്കി. എന്നിരുന്നാലും അവൾ ഒരു കുലുക്കവും കൂടാതെ വിശ്വസ്തതയും ഭക്തിയുമുള്ളവളായിരുന്നു. തൻ്റെ ദൈവഭക്തിയും കാരുണ്യപ്രവൃത്തികളും മൂലം അവൾ പ്രശസ്തയായിരുന്നു. കാലക്രമേണ അവൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭരണനിർവഹണത്തിൽ തൻ്റെ പേരമകനായ ഓട്ടോ മൂന്നാമൻ്റെ കാര്യദർശിയായി അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കുകയും ചെയ്തു. ക്ലൂണിയിലെ പ്രശസ്തമായ ആശ്രമത്തിൻ്റെ നവീകരണത്തിൽ വിശുദ്ധ നിസ്തുലമായ പങ്കുവഹിച്ചിട്ടുണ്ട്. 999 വിശുദ്ധ അന്ത്യനിദ്ര പ്രാപിച്ചു. വിശുദ്ധയുടെ ആദരണീയമായ സ്ഥാനത്തിനുമുപരി അവൾ ഒരു നല്ല ഭാര്യയും അമ്മയുമായിരുന്നു. അവൾ എല്ലായ്പ്പോഴും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിൽ വിശുദ്ധ ഒരു മടിയും ഒരിക്കലും കാണിച്ചിരുന്നില്ല. കൊട്ടാരത്തിൽ കാര്യദർശിയായി നിയമിതയായപ്പോഴും തൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് വിശുദ്ധ ഒരു പ്രതികാര നടപടികളും കൈക്കൊണ്ടിരുന്നില്ല. തന്നെ ദ്രോഹിച്ചവരോടും സ്നേഹപൂർവ്വം വിശുദ്ധ പെരുമാറി. ദൈവഭക്തി മൂലം അവളുടെ രാജധാനി ഒരു കൊട്ടാരത്തേക്കാൾ ഉപരി ഒരാശ്രമം പോലെയായിരുന്നുവെന്ന് പറയപ്പെടുന്നു.